ചോറ് ഇങ്ങോട്ട് പാടി മാളി കൊണ്ടുപോകാത്തതിന്റെ കെറ് കണ്ടോ? ഭയങ്കര കലിപ്പ്. കാരണം ഞാൻ ഒന്നും കഴിച്ചില്ല, ആഹാരം കഴിച്ചു. ഹേ ഗായ്സ്, അപ്പോ എന്റെയും മൃദുലയുടെയും രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഗായ്സ് വരുന്നത്. ബട്ട് ഒന്നും അങ്ങനെ പരിപാടിയൊന്നും എപ്പോഴും പറയുന്നത് പോലെ ക്ലീശ ആവുന്നില്ല. വല്ല പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ വട്ടം പ്ലാനൊന്നും ചെയ്തില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് എന്തെങ്കിലും ഫസ്റ്റ് വർഷം നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു മീൻസ് നമ്മൾ വർക്കലയിലൊക്കെ പോയി, അടിപൊളിയായിരുന്നു. അപ്പം ഈ വർഷം അങ്ങനത്തുള്ള പരിപാടികളൊന്നും ഇതുവരെയായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും അവൾക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരാഗ്രഹം, എന്തെങ്കിലും അവൾക്കൊരു ആഗ്രഹമുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ഇപ്പോൾ ഞാനൊരു സാധനം ഒന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങി. ഞാൻ പറഞ്ഞി ഞാൻ കാത്തു നിൽക്കുന്നത് പോലെ അവളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാനങ്ങ് വണ്ടി എടുത്തൊക്കെ പോവുക കേട്ടോ. ഞാൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ആശാത്തിക്ക് തീരെയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആകെപ്പാടെ അങ്ങനെ കെറുവൊക്കെ അടിച്ച് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ എന്തായാലും അതുകൊണ്ട് അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു രസമില്ലല്ലോ. അവൾ വേണ്ടെന്നേ പറയൂ. അവളെ കൊണ്ടുവന്ന അവൾ എന്തായാലും ഇത് വാങ്ങാൻ സമ്മതിക്കത്തില്ല. അതെനിക്ക് 101% ഉറപ്പാ. അവളെ കൊണ്ട് ഞാൻ ഈ സാധനം വാങ്ങാൻ വേണ്ടി വന്നാൽ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവൾ ഇല്ലാണ്ട് നേരെ ഇഞ്ഞ് വന്നു. ഇത്തിരി നേരം കൊണ്ട് വിളിച്ചേ ഉള്ളൂ. എവിടാ എന്ന് ചോദിച്ചോണ്ട് ഇത്ര നേരമായിട്ട് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ സമയം കുറച്ചായി. ഏതാണ്ട് 8 മണി സംതിങ് കഴിഞ്ഞു. 9 മണി ആവാറായി. 9:15 ഗൈസ്. എന്തായാലും ഷോപ്പ് അടക്കി വന്നു. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് പോയി വാങ്ങണം. ഞാൻ വാങ്ങാൻ പോകുന്നത് ഇവരോട് പറഞ്ഞില്ലല്ലോ ഗൈസ്. ഡൈസന്റെ ഒരു ഹെയർ സംഭവം ഉണ്ടല്ലോ ഗൈസ്. ഡൈസന്റെ ഹെയർ ഒക്കെ ചെയ്യുന്നത് അത് ഭയങ്കര ഫേമസ് ആണ്. ബൈ ദ ബൈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബോയ്സ് ഇതിനെപ്പറ്റി അറിയാത്തവർ എന്ത് ചെയ്ത് അതെന്ത് തേങ്ങയെന്ന് വിചാരിക്കും ഗൈസ്. ഗേൾസിന് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ മുടി കേൾ ചെയ്യുന്ന ഡൈസന്റെ ഒരു മെഷീൻ ഉണ്ട് ഗൈസ്. സംതിങ് എന്തോ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ ഇതിന്റെ റിവ്യൂ, ഇതിന്റെ വീഡിയോ, ഇത് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണും. ഭയങ്കര ഇഷ്ടം അവർക്ക് ഈ ഒരു സാധനം. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ കേൾ ചെയ്യാനും സ്ട്രെയിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന അതിനെന്താണ് പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു ഈ ഡൈസൺ. എനിക്കറിയില്ല. ഞാൻ കേട്ടതിലും അല്ലെങ്കിൽ എവളിങ്ങനെ പറഞ്ഞു തന്നതിലും ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മറ്റേതിനെക്കാട്ടിയൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് തോന്നി ഗൈസ്. അവൾക്കത് ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. വാങ്ങിച്ചിട്ട് അവൾക്ക് കുട്ടി സർപ്രൈസ്, കുട്ടി സർപ്രൈസ് ഗൈസ്. ഇതുകൊണ്ട് അവളെ ഹെയർ ഒക്കെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡൈസൺ. കടയിൽ ആരുമില്ല സുഹൃത്തുക്കളെ. ഈ സാധനമാണ് കേട്ടോ. ഈ സാധനമാണ് മൃദുല ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മൃദുലയ്ക്ക് ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ സാധനമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് എല്ലാം കൂടിയായിട്ട് വരുന്ന സാധനമാണ്. ഓപ്പൺ ചെയ്യാം അല്ലേ? ഇങ്ങനെ ഇത്ര ഐറ്റംസ് അല്ലേ വരുന്നത്? ഇത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല പറയുന്നത് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല കേൾ ചെയ്തിട്ട് ആവുന്ന ടൈപ്പൊക്കെ. യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് നടക്കും അല്ലേ? ഇതാണ് എൻ്റെ മെഷീൻ ഇല്ലേ? ഇതിനകത്ത് വെക്കുന്ന അറ്റാച്ച്മെന്റ്സ് ആണ് ഈ ഇരിക്കണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ 2 വർഷത്തെ വാറന്റി. 2 വർഷത്തെ വാറന്റി. ഇപ്പം എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാലോ അതോ? ഓക്കെ ഓക്കെ. അപ്പം ഗൈസ് ഇതാണ് സാധനം കേട്ടോ. ഇത് ഫുൾ ബോക്സ് ആയിട്ടാണ് വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾസ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു വാല്യൂ. ഇതിൻ്റെ ഈ പ്രോഡക്റ്റിന് ഭയങ്കര ഫാൻസാണ്. മൃദുലേ ഒരു ഫാനാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളർ അവൈലബിൾ ആണ്. ഇതൊരു കളർ, 4 കളറുണ്ട്. പക്ഷേ ഈ കളറിന് ഓഫറുണ്ട്, ഈ കളറിന് ഓഫറുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കളർ എടുക്കാം. ഈ പെട്ടിയുടെ ഈ സെയിം കളർ അല്ലേ? ഇതല്ലേ ഈ പ്രോഡക്റ്റ് അല്ലേ? സെയിം. 10 days ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഫുൾ റീഫണ്ട് എടുക്കും. ഓക്കെ. ഓ അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊടുത്ത റീഫണ്ട് ഫുൾ എമൗണ്ട് കിട്ടും. എടാ ഇത് മറ്റേ എയർ പ്യൂരിഫയർ അല്ലേ? അതല്ലേ ഇത്? എയർ പ്യൂരിഫയർ കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഓക്കെ. ഇതൊക്കെ എന്ത് സാധനം ഗൈസ്. ഇത് വീട്ടിൽ വെക്കാൻ തന്നെ ഒരു സ്ഥലം വേണമല്ലോ. എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞ് ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ബോയ്സ് യൂസ് ചെയ്യോ? നമുക്കായിട്ടുള്ളതൊന്നും ഇല്ലല്ലേ? ഡ്രയർ ഇതൊന്നും യൂസ് ആവത്തില്ലല്ലോ. ഇതും കുഴപ്പമില്ലല്ലേ? ഈ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന പെമ്പിള്ളേരെല്ലാവരും ഡൈസൺ ചൂണ്ടിക്കാണിച്ചിട്ട് പോകുന്നു. അത് എല്ലാവർക്കും എന്ത് കേസ് എല്ലാവർക്കും ഈ സാധനത്തിനോട് ഭയങ്കര പ്രിയം.
ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ആണെങ്കിൽ ഗ്രാമീണ ഏരിയയിലൊക്കെ കാണുവാണ്. അവരെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഗൈസ് ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആണോ ഈ സാധനം താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കളറിനാണ് കേട്ടോ ഡിസ്കൗണ്ട്. ഈ കളറാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. എനിക്കൊന്നും ആ കളർ കാണാനും വലിയ രസമില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി. ഇതിന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട്, ഒരു 3000 രൂപ എന്തോ കുറവുണ്ട്. പക്ഷേ ഇതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ് ഇതിന്, ഈ കളറിന്. പക്ഷേ ഈ കളർ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, നമുക്ക് ഈ കളറേ ഉള്ളൂ. നമുക്ക് കളർ ഏതായാലും കുഴപ്പമില്ലായിരുന്നു, ഡിസ്കൗണ്ടാണ് പ്രധാനം. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ഈ സാധനം തന്നെ എടുത്തേട്ടോ. ഈ സാധനം ഈ ബോക്സ് ആയിരിക്കും നമുക്ക്. സോ അവളെന്തായാലും എക്സൈറ്റഡ് ആവും, നമ്മൾ ഹാപ്പി ആവും, അത് ഉറപ്പാണ്. കാരണം അവളെ മുടി അവളെപ്പോഴും പറയുന്നതിനെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം, നല്ലോണം പറ്റണില്ല എന്ന്. എന്തായാലും അവളെ ഹാപ്പി ആവും ഗൈസ്. ഫൈനലി മൃദുലയുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. ദീപിക പടുക്കോണ്ട് കയ്യിരിക്കുന്നത് അതേ സാധനം കേട്ടോ, അതേ കളറാണ്. ഇതിനൊക്കെ ആവുമായിരിക്കും ഇല്ലേ അവളെ ഹെയർ, കണ്ടറിയാം. നമുക്കിത് കൊണ്ടുപോയിട്ട് ഇതെനിക്ക് അവളെ കൊടുക്കണം, എന്നിട്ട് അവളെ ഹെയർ ഇത് നമുക്ക് കേളി ചെയ്തൊക്കെ നോക്കണം നമുക്ക് കേട്ടോ. ലെറ്റ്സ് ഗോ, സംഭവം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. തുറക്കുന്നില്ല ഉറങ്ങി 10 മണിയില്ലായിരുന്നു, ഉറങ്ങാൻ സമയമായില്ല. ഓ തുറന്നു തരത്തില്ലേ. ഹലോ ഗയ്സ്, വെൽക്കം ബാക്ക്. ചോറ് വേണം ഇങ്ങോട്ട് പാടി ഗയ്സ്. മാളി കൊണ്ടുപോകാത്തതിന്റെ കെറ് കണ്ടോ. എന്റെ അമ്മ എന്ത് വേണം പോ ഇങ്ങനെ ചോറ് എന്ത് സ്വഭാവമാകുമ്പോ എന്റെ അമ്മ ഇല്ല കണ്ട. അവൻ തന്നെ തലയാട്ട് നാന്ന്. കുഞ്ഞുഞ്ഞോനെ എന്നോട് കൊണ്ടുപോ, കുഞ്ഞുഞ്ഞോനെ എന്നോട് കൊണ്ടുപോ കുഞ്ഞുഞ്ഞോനെ. വളരെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക, മൂടില്ല വീഡിയോ എടുക്കുന്നതിൽ. എന്നിട്ട് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുക. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഗൈസ്, വരാൻ കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. അത് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. കാരണം ഞാൻ ഒന്നും കഴിച്ചില്ല, ആഹാരം കഴിച്ചില്ല. ശരി, അതിന്റെ ദേഷ്യമുണ്ട് ബ്രദറേക്ക്. എന്നാൽ ചൂരക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ശകലം പോലും കഴിച്ചില്ല. കാരണം എനിക്ക് വായിക്ക് രുചിയില്ലായിരുന്നു. എനിക്ക് അതുമല്ല, എനിക്ക് തൊണ്ടവേദനയായിട്ട് ആഹാരമൊന്നും വലിയ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചില്ല. റൊമാൻറ്റിക് ആയിക്കോട്ടെ. ഞാൻ കഴിക്കാതെ പോയതുകൊണ്ട് അവൾ അത്ര കലിപ്പിലാട്ടോ. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ആഹാരം കഴിച്ചില്ല. അവളിന്ന് നല്ല ചൂരക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല കഴിച്ചു അതിന്റെ കറി. നിന്റെ നല്ല ഗാഡ്ജറ്റുവാ ഇതിനകത്തെങ്കിൽ കന ഭയങ്കര കനത്തിലുള്ള ഒരു സംഭവം. എന്തൊരു ഇത്ര പാടാ പൊട്ടിക്കാൻ അങ്ങോട്ട് പൊട്ടിയേര്. ഇത് ആക്ച്വലി ഒരു മാവിക് പ്രോയുടെ ഒരു വലിയ ഡ്രോണാണ്. ഡ്രോണും പറക്കും നീയും പറക്കൂടാ. എടി സാധനം നീ നോക്കിക്കോ, നമ്മളിനി ഡ്രോൺ പറക്കാൻ പോവാണ്. അതല്ലേ നോക്ക്, തുറന്നു നോക്ക്. എടാ ഇപ്പൊ മുഖം തെളിഞ്ഞാണ്ട ഗൈസ്, ഗൈസ് 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 മുഖം തെളിയുന്നത് ഗൈസ്. അൺബോക്സ് ചെയ്യണം. ഐഫോൺ പോലെ സെയിം ഇല്ല. ഞാനും അതിപ്പോ ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനുണ്ട് ഒരു നിമിഷം ഞാനും പാടി ചെയ്യുമ്പോ ഇതല്ലേ ആ സാധനം ഒന്ന് സത്യം നെഞ്ചിടിച്ചടി എനിക്ക്. അല്ലടാ, നീ എപ്പോഴും കാണുന്നതിന് അതല്ലേ ഈ പേരാണ്. നീ പേരത്തേക്ക് ഓർത്ത് വെച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ലല്ലോ.
ആ വന്നു ഓ ആ പെട്ടി തന്നെ എന്ത് ക്ലാസ് ഇല്ലേ സാധനം ഗായ്സ് ഹാപ്പി സോറി മന്ദം നീങ്ങുകയാണ്. എന്ത് നിന്റെ അയലക്കറി കൂട്ടിയില്ലെങ്കിൽ നിനക്ക് ഡൈസൺ കിട്ടില്ല. ഡൈസൺ ഞാൻ തന്നില്ലല്ലോ. അയ്യോ നമ്മള് ഇങ്ങനെ ഗിഫ്റ്റ് അങ്ങനെ ഒരാളെ തന്നു തന്നിരുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മള് നിന്റെ ഒരു ആഗ്രഹമല്ലേ ഇത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. നശിപ്പിക്കുന്ന മക്കളെ ഭയങ്കര വിളയാ. അടച്ചു ബൈ ദ ബൈ ഇത് ഒരു പ്രൊമോഷനും അല്ല. എന്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ ഇതിനെക്കാട്ടി നല്ല പ്രൊഡക്റ്റ് വേണമെങ്കിൽ മാർക്കറ്റിൽ കാണും. ഓക്കെ അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അമ്പു ഇപ്പൊ ഇത് പഠിച്ചു കേട്ടോ. ഒരു സാധനം ഇങ്ങനെ ഡെപ്പിക്കകത്ത് ഇടുക, പിന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇതൊക്കെ പിള്ളേരുടെ ഗ്രോത്തിനെ എല്ലാം എടുത്ത് അത് ഇട്ടേക്കുക. ഇനി അതിൽ നിന്ന് താത്തിടും. കണ്ടോ പറഞ്ഞു തീർന്നില്ല. അതിനെവിടെ താത്തിട്ട് ഗൈസ് മൃദുലയ്ക്ക് വേറൊന്നും അല്ല ഇപ്പം ഷോക്കായിട്ട് എവള് എന്തോ ഞാനോട് പറയും ഇത് വാങ്ങണ്ടായിരുന്നല്ലോ. ഒരിക്കലും ഇല്ല. എന്തെങ്കിലും എവിടെന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചേ. പൈസ കൊടുത്ത് വാങ്ങിക്കൂലായിരുന്നു. അതിലൊന്നും കഴിച്ചിട്ടുമില്ല. കഴിച്ചില്ല. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ല. കഴിഞ്ഞ ഇട്ട് കഴിഞ്ഞ കാലിയായി. അപ്പൊ ഗൈസ് നമ്മള് നാളെ വരാം. ഇതൊക്കെ പഠിച്ചിട്ട് ഹെയർ സെറ്റ് ചെയ്യണം ഗൈസ്. സെറ്റ് ആവൂലല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയോ? നീ അന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല നമ്മള് നിന്നെ പറ്റി. നീ ഇല്ല ഇതില്. നീ പെൻസിലേ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് സുഹൃത്തുക്കളെ. ഒരു വർഷം ചടപടേ അതല്ല ആ ഫസ്റ്റ് ആനിവേഴ്സറി ഓക്കെ. ഈ ഒരു ഇയർ ഭയങ്കര പെട്ടെന്ന് ഓടിപ്പോയാണെന്ന് തോന്നുന്നു. അപ്പം വലിയ പരിപാടികളോ പ്ലാനോ സർപ്രൈസുകളോ കാര്യങ്ങളോ ഒരു കുട്ടി സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഭക്തി മാർഗം അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പൊ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. ഈ വർഷം എന്താ പറയാ നമ്മുടെ നല്ലൊരു ദാമ്പത്തിക ജീവിതമായിരുന്നു ഇല്ലേ? എന്തൊക്കെ വലിയ വാക്കുകൾ. ദാമ്പത്തിക ജീവിതം അല്ല ഈ വർഷം അടിപൊളി ജേണി ആയിരുന്നു. കുറെ അച്ചീവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ അതെ അമ്പു ഇന്നൊരു ബ്ലാക്കും ഒരു കാക്കി നിക്കറും കറുത്ത ഷർട്ടുമാണെന്ന്. മൃദുല ഒരു നീല സ്കൈ ബ്ലൂ സാരി. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇത് രണ്ടാണോ തോന്നരുത്. കാരണം ഇത് പുറത്തിറക്കുമ്പോൾ വേറൊരു കളറും അകത്ത് വരുമ്പോൾ വേറൊരു കളറും മൊത്തത്തിൽ ഡബിൾ ഷെയ്ഡ് കളറാണ്. സ്വന്തമായി ഓർഡർ ചെയ്ത സ്വന്തമായിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഇന്നത്തെ. ഇതില് കൊള്ളാം. ഇപ്പൊ മുടിയൊന്നും കൂറെ ആയതുകൊണ്ടിരിക്കൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ എല്ലാം വളഞ്ഞു പോയി. ഞാൻ ക്യാമറ നോക്കിയിട്ട് കറക്റ്റ് അല്ലേ? ഇതിന് പിന്നെ ഷേപ്പ് വേണമെന്നില്ലല്ലോ അല്ലേ ഗൈസ്? അപ്പോ ദേ ഇതാണ് ഞാൻ കൊടുത്ത ഡൈസന്റെ ഗിഫ്റ്റ്. അപ്പൊ ഇന്നാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാലേ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയണം. അന്ന് ഞാൻ വന്നില്ലല്ലോ. അവിടെ ഉള്ളവരോടൊന്ന് ചോദിക്കായിരുന്നു. നമുക്ക് ഇന്ന് വേണമെങ്കിൽ പോകുമ്പം കേറാ ഡൈസണില്. കാരണം അവരവിടെ ഇതിന് ട്രയൽ വെർഷൻ ഉണ്ട്. അവര് പറഞ്ഞ് പഠിപ്പിച്ചു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികളുടെ ഡ്രീം ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നത്. ചെയ്തിട്ടില്ലല്ലോ. ഇത് തുറക്കുമ്പോ ഉണ്ടല്ലോ ഇതാണ് ഐറ്റം. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്തില്ലല്ലേ? ഇതിന്റെ പേപ്പർ പോലും കീറിയില്ല ഞാൻ. അൺബോക്സ്. ലെറ്റ്സ് അൺബോക്സ്. അടിപൊളി. ഇന്ന് കേൾ ചെയ്തിടുമല്ലേ മുടി? ഇന്ന് കേൾ ചെയ്തിട്. ഇന്നൊരു വെറൈറ്റിക്ക് ലുക്കാ വേറെ ലുക്കാവണം. ഇതാണ് കേൾ ചെയ്യുന്നത്. ഈ സാധനമാണ് ഇത്. കറക്റ്റ് നമ്മളില്ല കുൽഫിയുടെ ഒരു ഷേപ്പ്. കുൽഫി പോലെ ഇത് ലോക്കുമാണ് അൺലോക്കുമാണ്. പക്ഷെ സത്യം പറയാലോ എനിക്ക് അറിഞ്ഞൂടാ. ദേ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഉണക്കുന്നതല്ലേ? അപ്പം ഐശ്വര്യമേ ഉണാക്കിയോ? ഇതിലേ കാറ്റ് തിരിച്ചു വെച്ചു. അതേ പറഞ്ഞില്ലേ വേറൊരു നമ്മൾ സാധാരണ ഞാൻ ഇവിടെ നിന്നാ അടിക്കുന്നത്. മറ്റേതൊക്കെ ഇങ്ങനെ വരണ്ടേ? ദൂരെ നിന്ന് അടിച്ചാ മതി. കണ്ടോ എടാ ഇവിടെ നിന്ന് വിഷയതാടാ അമ്പു.
ഇവിടെ നിന്ന് വീശി അമ്പൂരെ അടിച്ചേ അമ്പൂരെ മുതൽ അടിച്ചേ. ഇതാ ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഓ ഹീറോ ഹീറോ അടിച്ചടി. മുടി പറയുന്നത് അത് രസമുണ്ട് കേട്ടാ. അത് കൊള്ളാം. ഹീറോ മെറ്റീരിയല്. എല്ലാരും ട്രഡീഷണൽ ആണ് കഴിച്ചത്. അമ്മ സാരി, അമ്പ് മാത്രം നിക്കറും. നാടി എന്നോട് പഞ്ചാര ഉണ്ടെന്നോ ചായ ഇതെന്തോടി ഇതൊക്കെ മുടി ഇങ്ങനെ ഇരിക്കുന്നേ. സാധാരണ പരസ്യത്തിലൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് ഇത് ഒരു പേരില്ല. ഒന്നാമത് കാര്യം ഇവിടെ ഇതാണ് സ്ട്രെയിറ്റ് ചെയ്യുന്ന സാധനം. ബ്ലോ ഡ്രൈ സ്ട്രെയിറ്റ് അല്ലല്ലോ, ബ്ലോ ഡ്രൈ. അങ്ങനെ മതി, ലോക്കായി. എടാ ഏട്ടാ സാധനം എങ്ങനെ സെറ്റ് അല്ലേ? എടാ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോഴേ നിന്നെ വഴക്ക് പറഞ്ഞെങ്കിലേ തിരിച്ചോണ്ട് കൊടുക്കണം. ഇല്ല ഞാൻ തരത്തില്ല. എനിക്ക് നമുക്ക് ചേട്ടന് ഉപയോഗിക്കാം. ഒന്നെ അടുത്തോട്ടെ. ഈ സാധനം ഈ സാധനം എനിക്ക് ഉപയോഗിക്കാം. സെറ്റായിട്ടാ മുടി. എടാ ഈ സാധനം സെറ്റ് കേട്ടാ കൈ. എന്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ. എടാ വേറെ ഒന്നും ചെയ്യണ്ട. ഹെയർ ജസ്റ്റ് അയ്യോ മോനെ. എനിക്ക് അത്ര പരിചയം ഇല്ല ഇത് വെച്ച് പിടിക്കാൻ. എന്നാലും കുറച്ച് പഠിക്കാനുണ്ട്. ഞാൻ പിടിച്ചതാണ്ട്. അടിപൊളിയായിട്ട് സെറ്റായോ? സെറ്റായി. പിന്നെ ഇത് അവളെ മുടി കുറച്ചും കൂടി സ്ട്രെയിറ്റ് ചെയ്താലേ കുറച്ച് നല്ല പെർഫെക്റ്റ് ആവുള്ളൂ. മുടി ആൾറെഡി കുറച്ച് ഇതായിട്ട് ഒട്ടും ഒരുമാതിരി കിടക്കില്ലായിരുന്നു. ഇപ്പൊ ഇത്രയെങ്കിലും റെഡി ആയില്ലേ? തുമ്പൊക്കെ നോക്ക്, ഇതെല്ലാം ഇവിടെ ഒക്കെ നോക്ക് ഗൈസ്. കണ്ടോ? ഓ അടിപൊളിയായിട്ടോടി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. അടുത്ത ചുരുട്ട് യൂട്യൂബിന്റെ സ്റ്റഡിന് ശേഷം നമ്മൾ സെക്കൻഡ് ടൈം ട്രൈ ചെയ്യാൻ പോവുകയാണ്. കാണിച്ചില്ല, ഇത് മാജിക് ആയിട്ട് ഇപ്പൊ ഞെട്ടും. മാജിക്കോ? ഇത് ഓട്ടോമാറ്റിക് അത് കയറി പിടിച്ചോ? വിഷയം കേട്ടോ അത്. അടിപൊളിയായിട്ടോ സെറ്റ് കേട്ടോ സാധനം. ഞാൻ കുറച്ചുകൂടെ കാണിക്കാം. ഇവിടെ എടുക്കാം, ഇത് തന്നെ എടുക്കാം. കുറച്ച് ഹെയർ എടുത്താൽ മതി കേട്ടോ. തോനെ ഹെയർ എടുത്തപ്പോഴാണ് ഇപ്പൊ രണ്ടാമത് പണി പാടിയത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വിടണം. അപ്പൊ ഇങ്ങനെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഇത് എന്റെ ശിവണേ. അയ്യോ തല ഇറങ്ങുവേ. സത്യം പറയല്ലേ, എനിക്ക് വാങ്ങിച്ചതില്ല എനിക്ക് ഭയങ്കര നിന്നെക്കാൾ സന്തോഷം എനിക്ക്. കാരണം എപ്പോഴും മുടി ഇങ്ങനെ അലമ്പായി കിടക്കുന്നില്ല. അതുപോലെ മുടിക്ക് ഭയങ്കര വോളിയം തോന്നിക്കുന്നതാ. അതുപോലെ നിന്റെ മുഖം മുടി ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും നിന്റെ മുഖം ഭയങ്കരമായിട്ട് അടിപൊളി. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഗൈസ് എങ്ങനെ ഉണ്ടെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കേളിയാണ് നല്ലത്, സ്ട്രെയിറ്റിനേക്കാളും കേളി തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടെ ഇപ്പൊ നീ കിടന്ന് ഇപ്പൊ കുറച്ച് ആയിട്ട് ഇവിടെ മുടി ഇച്ചിരി ഇതായി. നീ ഒന്ന് കിടന്ന് കറങ്ങിട്ടെ. ഞാൻ സെറ്റ് ചെയ്യണം കുറച്ചുകൂടെ. അതുപോലെ കണ്ണെഴുതിയത് കൊള്ളാം. നേരെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ഷേത്രം. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം, തൊഴുതിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം. അമ്മ എങ്ങനെയുണ്ട് മൃദുലേ? അമ്മയ്ക്ക് എന്താ അറിയോ, ഇങ്ങനെ രണ്ട് മുടി ഇടുന്നത് ഇഷ്ടമല്ല. അയ്യോ അമ്പ ഉറക്കം. ഇതൊക്കെ നീ വെറുതെ ഒരുക്കുന്നത്. ഇതൊക്കെ വെറുതെ ഒരുക്കുന്നത്.
ഗൈസ് ഇപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുവട്ടെ ഗൈസ്. നല്ല അടിപൊളി സൂര്യൻ തൊട്ട് ബാക്കിൽ സൺ കിസ്ഡ്. അമ്മ ഫസ്റ്റ് ടൈം അല്ലേ ഈ ക്ഷേത്രത്തിൽ? നല്ല അടിപൊളി ക്ഷേത്രം കേട്ടോ. ഫ്രണ്ട് തന്നെ നോക്ക്, നല്ല ഏരിയ ഉണ്ട്. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് വേണം. നമ്മൾ താമസമായിട്ട് ഇവിടെ ഇതിട്ട് ഉത്സവം വന്നിട്ടില്ല. 2 കൊല്ലം കൂടുമ്പോഴാണ്. അല്ല 1 വർഷം ഉണ്ട്. 2 കൊല്ലം കൂടുമ്പോഴാണ് ഇവിടെ ഉത്സവം. ഈ വിരലല്ല, എനിക്ക് എപ്പോഴും വിരൽ മാറും. കല്യാണത്തിന് മാറി. ഓക്കെ ഓക്കെ. ഇപ്പൊ മൊത്തം വിരലിലും പറ്റിയിട്ടുണ്ട്. ഓക്കെ, നിനക്ക് വേണോ കുറി? ചുമപ്പും ഇതും കൂടി മിക്സ് ആട്ടോ ചന്ദനം. വാ തുറക്കാതറ, തിന്നാനല്ലടാ. അയ്യോ പടി പൊളി മൊത്തം. നമുക്ക് പായസം കിട്ടി, പ്രസാദം കിട്ടി ഗൈസ്. അടിപൊളി. ഇതെന്തൊരു ചന്ദനമായത്. അങ്ങനത്തെ ഇങ്ങോട്ട് തമിഴ്നാട് വരപ്പ്. അമ്പു ആണെങ്കിൽ ഫുഡ് കഴിക്കാത്തത് കൊണ്ടും പനി ആയതുകൊണ്ടും മൃദുല അമ്പുവിനൊരു ചരടങ്ങ് ജപിച്ചു. പണ്ട് എനിക്ക് ഓർമ്മ വരുന്നതേ, നമ്മള് എക്സാം സമയമാകുമ്പോ ഒരു ചരട് ജപിയുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യണേ. എക്സാം അടുക്കുമ്പോ ഒരു ഭക്തിയും ഒരു ചരട് ജപിച്ചു, ഒരു പോസിറ്റീവ് എനർജി. അത് നല്ല ക്വാണ്ടിറ്റി. സാധാരണ അമ്പലത്തിൽ ചെറിയ എന്തെങ്കിലും വാഴയിലല്ലോ, വാഴയിലെല്ലാം ഇച്ചിരി പൊതിഞ്ഞ് പ്രസാദം പൊട്ടിയെ കഴിക്കാം. കൊച്ചേട്ടാ ഞാൻ സ്പൂണില്ലല്ലേ, കയ്യിലാവും. ടിഷ്യൂ ഒരു കാര്യം ചെയ്യാം. സ്റ്റോക്കാണല്ലേ സ്പൂണൊക്കെ. അടുക്കളയോ? ഗ്ലാസ് ഇട്. ശർക്കര നല്ല അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാ. അമ്മയ്ക്ക് കുറേ ഗ്ലാസ്സിൽ അമ്മ ഗ്ലാസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലടത്ത് പഴം ഇടും. അപ്പൊ നമ്മൾ അടുത്തത് സിനിമ കാണാൻ വേണ്ടി പോവാട്ടോ. തലൈവർ തമ്പി. ഈ തലൈവർ തമ്പി ഡയറക്ട് ചെയ്ത ഒരു മലയാളി ഡയറക്ടറാണ്, പക്ഷെ മലയാളം ഡയറക്ടറാണ്. ഫാലിമി ഡയറക്ട് ചെയ്ത അതേ ഡയറക്ടറാണ്. നിതീഷ് സഹദേവ് ഗൈസ്. നിതീഷ് സഹദേവ് ഗൈസ് ഇവൻ ഒരു വിജയ് ഫാനാണ് കേട്ടോ. ഈ പാട്ട് തലപതിയുടെ കച്ചേരി കേട്ട് കേട്ട് മടുത്ത് അമ്പൂട്ട ഇത് മാത്രമേ കേൾക്കത്തുള്ളൂ. എന്താണെന്നറിയാൻ കേട്ടോ. പൊങ്ങട്ട്, കൈയൊക്കെ പൊങ്ങട്ട്. ഇത് ഇട്ടില്ലെങ്കിൽ കാറി കയറി ഇതിലിട്ട് അടി ചെയ്ത് വെക്കാൻ, എന്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ. പടത്തിന് വന്നു ഗൈസ്, കറക്റ്റ് സമയമായിരുന്നു. ഭയങ്കര തിരക്കുന്നു. അവര് പോപ്കോൺ പോലും ഔട്ട് ഓഫ് സ്റ്റോക്കടേ സാധനം ഉണ്ടാക്കി അത്രയ്ക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു. ഭയങ്കര തിരക്ക്. സംഭവം ഉറങ്ങിയോ? എടാ വാത്തിക്കമ്മ ഇട്ടുതരാൻ പറടാ. വാത്തിക്കമ്മ അല്ലല്ലോ, കച്ചേരി. സിനിമ കണ്ടിറങ്ങി സുഹൃത്തുക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊരു ടെൻഷൻ അടിച്ച സിനിമ. മരണവും കല്യാണവും ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാട്ടോ. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് അത്യാവശ്യം കൊള്ളാം. എനിക്ക് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു. മൃദുലയ്ക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് സാധനം ചെയ്യുന്നതെന്ന്. ഇപ്പോഴാണ് ചേട്ടൻ കറക്റ്റ് ഡെമോ കാണിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാത്തിനും ഓരോ യൂസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഈ ഒരു സാധനം കണ്ടോ, ഇതൊക്കെ നമ്മുടെ ബേബി ഹെയറിന് യൂസ് ആവുന്ന സാധനങ്ങളാണ്. ഇതിനങ്ങനെ കേൾ ചെയ്യുന്നതിലും ചെറിയ കേളിന്റെ അച്ചുണ്ട്, വലിയ കേളിന്റെ അച്ചുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇത് കുറച്ച് താഴാൻ വേണ്ടി ഞാനൊന്ന് കോംബ് ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ അത്ര ചെയ്താൽ പോരാട്ടോ. ഒരു സെറ്റിംഗ് സ്പ്രേ എന്തോ യൂസ് ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കത്തോളം. സംശയമൊക്കെ മാറിയടേ. ഇന്ന് മൃദുല ഇങ്ങനെ ചെയ്തിട്ടേ ചീപ്പി കൊടുത്ത് വരും. വീഡിയോ കണ്ടിട്ടല്ലേ ഉള്ളൂ. അമ്പു ജെട്ടിയുടെ ജോക്കിയുടെ പരസ്യം ചെയ്ത് അതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇത് ആരെ വശീകരിച്ചാടാ നീ മുട്ടായി വാങ്ങിച്ചത്? എടാ ആരെ വശീകരിച്ചാടാ മുട്ടായി വാങ്ങിച്ചത്? ഗൈസ് ഇനി നെക്സ്റ്റ് ഷോപ്പിംഗ് ആണ്. ഇവിടെ ഒരുത്തിരുന്ന് അസ്വസ്ഥനായിട്ടുണ്ട്. ഡേയ്
ഹായ് കാണിക്കടേ അമ്പു. നല്ല നല്ല മോൻ. അവനും ഇങ്ങനെ ഇഷ്ടമാ. അവനെ വെച്ചിട്ട് ഇങ്ങനെ നിരക്കി വിട്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൃദുല പിന്നെ ഭയങ്കര കംഫർട്ടാ സാരി ചെരുപ്പ്. അമ്മ പാസ് അമ്മ പാസ് പാസ്. അമ്മച്ചി കൊള്ളാല്ലേ. എനിക്ക് പാസ് തന്നില്ല എന്റെ അമ്മ. അമ്മക്ക് പുതിയ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്, ഡൈ ഷാമ്പു. അമ്മ ഭയങ്കര പിന്നെ പ്രായമായ പിന്നെ ഡൈ അടിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതേ മൃദുല എനിക്ക് വേണ്ടി, എനിക്ക് എന്നെ ഹാപ്പി ആക്കാൻ നീ വേറെ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് പ്രിന്റഡ് ടീഷർട്സ് ഹുഡീസ് ഉണ്ടോ. നമ്മള് പിന്നെ കേറി ഡ്രസ്സൊക്കെ വാങ്ങി ഷോപ്പിംഗ് ചെയ്തു. ഹംബൂട്ടൻ ഭയങ്കര നിർബന്ധമായിരുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിവാഹ വാർഷികവും കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. പ്രാർത്ഥന വേണം. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇതൊരെണ്ണം. ഇത് എനിക്ക് ബാറ്റ്മാൻ അല്ലല്ലോ, ബ്ലാക്ക് പാന്തർ. ഓക്കെ ബ്ലാക്ക് പാന്തറിന്റെ പ്രിന്റ് വരുന്ന ഓർമ്മ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രിന്റഡ് ഭയങ്കര ഇഷ്ടം. ഹൾക്കിന്റെ ഒരു ടീഷർട്സ്. അടുത്തത് സ്പൈഡർമാൻ. എന്തുവാടേ? ബ്ലാക്ക് പാന്തർ, ഹൾക്ക്, സ്പൈഡർമാൻ, എല്ലാ പിന്നെ സൂപ്പർ ഹീറോസും ഉണ്ട്. ഒരു ജീൻസ്. ഗൈസ്, അപ്പോ ഈ വട്ടം നമ്മള് കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല ഗൈസ്. കഴിഞ്ഞ വട്ടം തന്നെ നമ്മൾ 2 കേക്ക് കട്ട് ചെയ്തിട്ട് ആരും തിന്നില്ല. അതേപോലെ വേസ്റ്റ് ആയി പോയി. ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഫ്രിഡ്ജിൽ കേക്ക് വെച്ച്, ഒരു കുഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ക്രീം കേക്ക് എടുത്ത് കഴിച്ച്. അതുകൊണ്ട് തന്നെ നമ്മള് കേക്ക് ഈ വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. വിഷ് ചെയ്യുന്നില്ലേ നമ്മളെ? അടിയല്ല, വിഷ് ഉണ്ടോ? അപ്പൊ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മൾ ഇതേപോലെ വൈൻഡപ്പ് ചെയ്യാണ് ഇല്ലേ മൃദുലേ? അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇതിലുള്ള ബൈ. ഇളിയിലിരിക്കാതെ ഇറങ്ങി നടക്കടാ. ചിരി നോക്കിക്ക്. ഇത് ശരി. ഡിങ്കി 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 ഡിങ്കി.